ഖുർആൻ സയൻസ് സ്കൂളിൻ്റെ വാർഷിക സെമിനാർ സമയബന്ധിതമായി തുടങ്ങണം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വാർഷിക സെമിനാറിൻ്റെ ഒന്നാമത്തെ സെഷൻ ഖുർആൻ സാമൂഹ്യ പരിവർത്തനത്തിനെത്തിയ എന്ന വിഷയപ്രമേയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമഹ വലാ أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة. السلام عليكم. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പ്രസിഡിയം നിയന്ത്രിക്കുന്ന മാന്യവ്യക്തിത്വങ്ങളെ, ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അലി ഷാക്കർ മുണ്ടേരി അവர்களെ, മാന്യ മനാറുൽ ഹുദ സ്റ്റുഡൻസ് ഹോം കമ്മിറ്റി ഭാരവാഹികളെ, സദസ്യരെ, അയൽവാസികളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. മനാറുൽ ഹുദ സ്റ്റുഡൻസ് ഹോമിലെ നടത്തപ്പെടുന്ന QSS സ്കൂളിൻ്റെ ഖുർആൻ സയൻസ് സ്കൂളിൻ്റെ വാർഷിക സെമിനാറാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ സ്ഥാപനം 2006 12 കുട്ടികളുമായിട്ട് തുടക്കം കുറിച്ച ഒരു സ്ഥാപനമാണ്. അത് ഒരു വാടക കെട്ടിടത്തിലായിട്ടാണ് തുടക്കം കുറിച്ചതെങ്കിലും 2015 ഈ സ്ഥാപനത്തിന് സ്വന്തമായ കെട്ടിടവും സ്വന്തമായ സ്ഥലവും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടക്കുന്നതായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് QSS എന്ന നമ്മുടെ ഈ സ്ഥാപനവും അതുപോലെ തന്നെ ഓർഫൻ കെയർ 10-60ഓളം കുട്ടികളെ സ്വന്തം വീട്ടിലിരുത്തി പഠിപ്പിക്കുന്ന, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും ചെയ്യാനുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മർവ വുമൻസ് കെയർ എന്ന് പറഞ്ഞ് സ്ത്രീകളെ സഹായിക്കാനും അവർക്ക് ഹെൽപ്പ് ചെയ്യാനുമായിട്ട് ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മദ്രസയും പള്ളിയും ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്ന ഒരു വലിയ ഒരു പദ്ധതിയാണ് ഈ മനാറുൽ ഹുദ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഖുർആൻ സയൻസ് സ്കൂളാണ്. അത് കഴിഞ്ഞ വർഷം
2016 തുടക്കം കുറിച്ച സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നതോടുകൂടി തജ്വീദോടുകൂടി ഖുർആൻ പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭൗതികപരമായ കാര്യങ്ങൾ, സാധാരണ ഹിഫ്ള് കോളേജുകളിൽ ഭൗതികപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ്. കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനായി ആ സ്കൂള് പിന്നെ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും രണ്ടും സൗകര്യമുള്ള സ്കൂൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് മദ്രസയും നടത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ ഒരു ഖുർആൻ ക്ലാസ്, ഖുർആൻ പഠന രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്ന മഹൽ കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ പരിപാടിയുടെ പ്രസിഡിയം നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട കെ മുഹമ്മദ്, ടി കെ അഷ്റഫ് എന്ന മാനു സാഹിബ്, കെ അബ്ദുൽ ഖാദർ, സി കുഞ്ഞാലൻ, കെ അബ്ദുൽ ഗഫൂർ, സി അബ്ദുൽ നസീർ, ടി കുഞ്ഞു മുഹമ്മദ്, സി അബ്ദുൽ ഹക്കീം, കെ അബ്ദുൽ ജലീൽ, കെ ആമിർ എന്ന പ്രസിഡിയം നിയന്ത്രിക്കുന്ന ഈ മഹൽ വ്യക്തിത്വങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നജാത്തുൽ അനാം അറബി കോളേജ് പ്രിൻസിപ്പാളും നമ്മുടെ മഹലിൻ്റെ ഖത്തീബുമായ ബഹുമാനപ്പെട്ട അലി ഷാക്കർ മുണ്ടേരി അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കിന്നിവിടെ വിഷയം അവതരണത്തിൻ്റെ ഉദ്ഘാടനവും അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമുക്കിവിടെ വളരെ നല്ല ക്ലാസ് നടത്തുന്ന ബഹുമാനപ്പെട്ട മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ അസിസ്റ്റൻ്റ് പ്രൊഫസറായ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഷാൻ അവറുകളാണ്. അദ്ദേഹം ഇന്ന് വളരെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും ഒരു ചിന്തകനുമൊക്കെയാണ്. അദ്ദേഹമാണ് നമുക്കിവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മനാറുൽ ഹുദ കമ്മിറ്റി ഭാരവാഹികളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാ വ്യക്തിത്വങ്ങളെയും, ഈ സ്ഥാപനത്തിലെ സ്റ്റാഫിനെയും പ്രിൻസിപ്പാളെയും അയൽവാസികളെയും നാട്ടുകാരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്, അതുപോലെ ഇവിടെ ഖിറാഅത്ത് നടത്തിയ ബഹുമാനപ്പെട്ട മാസ്റ്റർ സൽമാൻ വിദ്യാർത്ഥിയെയും നന്ദി ആശംസിക്കുന്ന ബഹുമാനപ്പെട്ട ജംഷീർ സാഹിബിനെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പ്രസിഡിയം നിയന്ത്രിക്കാൻ വേണ്ടി മഹൽ വ്യക്തിത്വങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മളുടെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ അലി ഷാക്കിർ മുണ്ടേരി അവറുകളാണ്. ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് യു മൂസ സാഹിബാണ്. ഈ സംഘത്തിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം മലേഷ്യയിൽ ഒരു യാത്രയിലായതുകൊണ്ടാണ് സ്ഥലത്തില്ലാത്തത്. ബഹുമാനായ അലി ഷാക്കിർ മുണ്ടേരി അദ്ദേഹത്തെ ഈ സെഷൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്.
ഏറെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ നടക്കുന്ന ഈ സെഷന് പ്രത്യേകമായി നൽകിയിരിക്കുന്ന പേര് ഖുർആൻ സാമൂഹ്യ പരിവർത്തനത്തിന് എന്നാണ്. എന്തിനാണ് അല്ലാഹു തആല നമുക്ക് ഖുർആൻ ഇറക്കി തന്നത്? നമ്മളൊക്കെ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും പഠിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരും ഒക്കെയാണ്. ഖുർആൻ എന്നത് ഏത് നിലക്കാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്? ഒന്ന്, ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ പാരായണം ചെയ്താൽ പുണ്യം കിട്ടുന്ന ഒരു ഗ്രന്ഥമാണ്. ഖുർആൻ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് കൂലി കിട്ടും. രണ്ടാമത്തേത്, നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ശരീരത്തിന്റെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമൊക്കെയുള്ള ഷിഫയാണ് ഖുർആൻ. മൂന്നാമത്തേത്, ഖുർആൻ ലോകർക്ക് മൊത്തത്തിൽ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഒന്നാമതായി എന്താണ് ഖുർആൻ എന്ന ചോദ്യത്തിന്റെ മറുപടി അത് മനുഷ്യന്റെ പരിവർത്തനത്തിനുള്ളതാണ് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ളതാണ്, നമ്മുടെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ളതാണ്, നമ്മുടെ സമൂഹത്തെ നന്നാക്കിയെടുക്കുവാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനവുമായി കടന്നു വന്ന 6-ാം നൂറ്റാണ്ടിലെ മക്കയിലെ ജനങ്ങൾ ഏറെ അധപ്പതിച്ചവരും സാമൂഹികമായി സാംസ്കാരികമായി എല്ലാ രംഗത്തും അധപ്പതനത്തിന്റെ പടുകുഴിയിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പഠിച്ചതാണ്, വായിച്ചതാണ്, കേട്ടതാണ്. ആ അധപ്പതനത്തിന്റെ പടുകുഴിയിൽ നിന്ന് ലോകത്തിന്റെ നായകന്മാരുടെ അവസ്ഥയിലേക്ക് ആ സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചെടുത്തത് വിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തും ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കിയും ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവരെ സംസ്കരിച്ചുകൊണ്ടുമാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്, ഖുർആനിന് ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സദസ്സിലും ഒരു മുഹൂർത്തത്തിലുമാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എന്റെ ആകെ എനിക്ക് പറയാനുള്ള വാക്ക് ഇത് മാത്രമാണ്. ഖുർആൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തജ്വീദ് അനുസരിച്ച് മനോഹരമായി നല്ല ഈണത്തിൽ ഓതുവാൻ വേണ്ടി ഞാൻ ഖുർആൻ പഠിക്കുന്നു എന്നതിനപ്പുറം ഞാൻ പഠിക്കുന്ന ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ള നിലക്ക് അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവർ നമുക്ക് പറഞ്ഞു തന്നത് 3-4 ആയത്തുകൾ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ആയത്തുകളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന് ശേഷമേ അടുത്ത ആയത്തുകൾ ഞങ്ങൾ പഠിക്കാറുള്ളൂ. നമ്മൾ 30 ജുസും പഠിച്ചു, 6000 ചില്ലാനം ആയത്തുകൾ പഠിച്ചു. ആ ആയത്തുകളിൽ ഏതായത്ത് എന്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന ചോദ്യത്തിന് വല്ല മറുപടിയൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കൈവശം ഉണ്ടാവാറില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്നത് അത് മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ്. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യന് മാർഗദർശനം കാണിച്ചു കൊടുക്കാനും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് വേർതിരിക്കാനുമുള്ള മാനദണ്ഡമാണ് ഖുർആൻ എന്ന ഖുർആനിന്റെ സ്വയം വിശേഷണം മുഖവിലക്കെടുത്ത് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കുവാൻ വിശുദ്ധ ഖുർആനിനെ മാനദണ്ഡമായി സ്വീകരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകരും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഖുർആൻ സാമൂഹിക സംസ്കരണത്തിന് എന്ന ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എന്റെ ശേഷം സംസാരിക്കുവാൻ ബഹുമാനപ്പെട്ട മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയും പ്രഭാഷകനുമായ ഡോക്ടർ മുഹമ്മദ് ഷാൻ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന ആളുകളായതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ വഴികാട്ടിയായി പ്രകാശഗോപുരമായി അല്ലാഹു ഖുർആനിനെ നമ്മുടെ മനസ്സിലേക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ വസന്തമാക്കി തരുമാറാവട്ടെ.
ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ല ചൂടുള്ള സമയത്താണ് നിങ്ങൾ കേൾക്കാനിരിക്കുന്നത്. ഒരു OP കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതനായിട്ട് ഞാൻ സംസാരിക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തി വെക്കുമാറാകട്ടെ. ഇന്ന് ആധുനിക മനുഷ്യ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ വിവരമില്ലായ്മയല്ല, മറിച്ച് ഒരുപാട് വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. വിവരം വെറും വിവരമായിട്ട് നിൽക്കുകയും അത് വിരൽത്തുമ്പിൽ നിൽക്കുകയും ഒരുപാട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ വിവരം എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു വിവരം ഉണ്ടായിട്ട് സഹോദരി സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്കും പരലോകത്ത് ഒരു ഗുണവും ചെയ്യില്ല. എത്രത്തോളം പ്രസംഗിക്കുന്നു, എത്ര പ്രസംഗം കേട്ടുവെന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ എന്നോടും നിങ്ങളോടും ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. മറിച്ച് എന്നോടും നിങ്ങളോടും ചോദിക്കാൻ പോകുന്നത്, ഈ വിവരം എന്നുള്ളത് നമ്മുടെ കർമ്മമണ്ഡലത്തിൽ വന്നത് വിജ്ഞാനമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. വിജ്ഞാനമായിട്ട്, അതിനാണ് വിജ്ഞാനത്തെയാണ് ഇൽമ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണേ, പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കണേ എന്നൊരിക്കലും ഒരു പ്രാർത്ഥന കാണുകയില്ല. മറിച്ച് വഖുൽ റബ്ബി സിദ്നി ഇൽമ എന്നാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ന് ഒരുപാട് വിവരമുണ്ട്, പക്ഷെ വിവേകം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അറിവ് കൂടുന്നോറും തിരിച്ചറിവ് കുറയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ കേൾക്കുന്ന കാര്യം അത് സത്യമാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കാണണം, അല്ലെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഖുർആനിൽ എല്ലായിടത്തും അള്ളാഹു പറഞ്ഞ വാക്കാണ് ജസാഅൻ ബിമാ ഖാനൂ യഅമലൂൻ എന്നാ പറഞ്ഞത്. നിങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ച് മാത്രമേ സഹോദരി സഹോദരന്മാരെ പ്രതിഫലം നൽകുകയുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ പ്രസംഗത്തിന് വിലയിരുത്താനും പ്രസംഗത്തിന് മാർക്കിടാനും നിങ്ങൾ ദയവ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കേൾക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ മാറണം സഹോദരി സഹോദരന്മാരെ. ഇന്ന് മനുഷ്യ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഒരു വലിയൊരു ദുസ്വഭാവമുണ്ട്. എന്താണ് ദുസ്വഭാവം എന്ന് വെച്ചാൽ, ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ജൂതന്മാർ എല്ലായിടത്തും ഖുർആനിൽ പറയുന്ന ഒരു വാക്കുണ്ട്. അതെന്താണ്? സമിഅന വ അസൈന. നമ്മൾ കേട്ടു, നമ്മൾ അനുസരിക്കില്ല. നമ്മൾക്ക് ഒരുപാട് ഒരു വൃത്തികെട്ട സ്വഭാവമാണ് സഹോദരന്മാർ. കുറെ കാലങ്ങളായി നമ്മൾ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നത് ഒരുപാട് ജുമാ കുത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എത്ര കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കില്ല. അതൊരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിലോട്ട് വിടൂ. ഈ സദസ്സിലിരിക്കുന്ന എത്ര പേർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കുക, രാവിലെ 2 റക്അത്ത് സുബഹിക്ക് ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക സഹോദരൻ. ആണുങ്ങൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ, നിർബന്ധമാണ്. എത്ര പേർക്ക് ഇത് അറിവില്ലായ്മ കൊണ്ടാണോ? അല്ല, മറിച്ച് നമ്മൾക്ക് മടിയാണ് സഹോദരൻ. രാവിലെ എഴുന്നേറ്റ് 2 റക്അത്ത് സുബഹിക്ക് വരാത്തവർ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ക്യാമ്പുകളൊന്നും പങ്കെടുക്കരുത്. ആദ്യം നിങ്ങളുടെ നമസ്കാരം ജമാഅത്ത് ശരിയാക്കുക സഹോദരന്മാര്. അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇസ്സത്ത് ഇട്ടരില്ല.
കോഴിക്കോട് നഗരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു രാവിലെ 5:30 സഹോദരന്മാര് 5:30 RSSകാര് രാവിലെ എഴുന്നേറ്റ് അവരെ കുറിയും തൊട്ടിട്ട് അവരെ കാക്കി കുപ്പായിട്ടിട്ട് അവർ ഡ്രില്ല് നടത്തുന്നുണ്ട്. 5:30 അവർക്ക് രാവിലെ എഴുന്നേറ്റ് ഡ്രില്ല് നടത്തുന്നുണ്ട് സഹോദരന്മാരെ. നമ്മുടെ മുസ്ലിം സമുദായം ഇന്നും ഉറങ്ങിക്കെടുക്കുകയാണ്. ദയവ് ചെയ്ത് നമ്മുടെ ജീവിതം സുബഹി ജമാഅത്തോടെ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സഹോദരന്മാർ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം, ഒരു ബർക്കത്ത് ലഭിക്കുള്ളൂ. എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നിസ്കരിപ്പിക്കാൻ അറിയാം. ഒരു ചെറിയൊരു ക്യാൻസർ വന്നാൽ മതി സഹോദരന്മാർ, ചെറിയൊരു ക്യാൻസർ. നിങ്ങളുടെ മക്കൾ ഡൈവോഴ്സ് ആയിട്ട് വീട്ടിലെത്തിയാൽ മതി, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം പിടിച്ചാൽ മതി, അന്ന് തൊട്ട് നമ്മൾ പള്ളിയിൽ നടന്നു തുടങ്ങും, അന്ന് തഹജ്ജുദ് തുടങ്ങും, അന്ന് നമ്മൾ ദ്വാരക്കാൻ തുടങ്ങും. ദയവ് ചെയ്ത് ഈ ദിവസത്തിലേക്ക് നമ്മൾ കാത്തു നിൽക്കരുത്. ഇന്ന് തൊട്ട് നാളെ തൊട്ട് തുടങ്ങും സഹോദരന്മാരെ. നമ്മുടെ ജമാഅത്തുകൾ ശരിയാക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ ഒരു മനുഷ്യന്റെ ഇന്നത്തെ ചരിത്രം ഒരു പണ്ഡിതൻ ഭംഗിയായിട്ട് നമുക്ക് വരച്ച് കാണിച്ചിരുന്നുണ്ട്. ഒരു വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക, മരിക്കാൻ പോവുകയാണ്. അപ്പൊ മുകളിൽ നിന്നൊരു മനുഷ്യൻ കയറ് പിടിച്ചോളൂ, ഇതായി കയറ് പിടിച്ചോളൂ, എന്നാൽ രക്ഷപ്പെടാം. അപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറയും, എനിക്ക് ഈ കയറ് പറ്റില്ല, വേറെ എന്തെങ്കിലും നല്ല കയറ് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ പിന്നെ പിടിച്ചോളാം. അവസാനമേ മനുഷ്യൻ മുങ്ങി മരിക്കുകയാണ് സഹോദരന്മാരെ. ഇതെന്തിന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ സൃഷ്ടാവേകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യം ഒരു കയറിന്റെ രൂപത്തിൽ മേലാകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾക്ക് അയച്ചു തന്നൊരു കയറാണ് ഖുർആൻ എന്നുള്ള ഗ്രന്ഥം. ഇതിന്റെ ഒരു കൈ എന്റെ കയ്യിലാണ്, മറ്റേ കൈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് സഹോദരന്മാരെ. ഇത് നമ്മൾ മുറുക്കി പിടിക്കണം. ജീവിതത്തിൽ എപ്പോഴും മുറുക്കെ പിടിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാവും സഹോദരന്മാരെ. പക്ഷെ നമുക്ക് കയർ ആവശ്യമില്ല. ഒരുമിച്ച് എല്ലാവരും മുറുക്കെ പിടിക്കുക സഹോദരന്മാരെ. ജീവിതത്തിൽ എപ്പോഴും പരലോകത്തിൽ വിജയം ഉണ്ടാവും. അൻസൽന, നാം ഇറക്കി എന്ന് അല്ലാഹു കുറെ കാര്യത്തിന്റെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് അൻസൽന മിനസ്സമാഇ മാഅൻ, വെള്ളം ഇറക്കി തന്നു ഭൂമിയിലേക്ക്. അതേപോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുർആൻ ഇറക്കി തന്നു. വെള്ളം സഹോദരന്മാരെ നമ്മൾക്കറിയാം, നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം എന്നുള്ളത്. വരണ്ട ഭൂമിയിൽ വെള്ളം വന്നാൽ ഒരുപാട് പച്ചപ്പ് വരും, ഒരുപാട് വൃക്ഷങ്ങൾ വരും സഹോദരന്മാരെ. അതേപോലെയാണ് സഹോദരന്മാരെ നമ്മുടെ ആത്മാവിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു വെള്ളമാണ് സഹോദരന്മാരെ ഖുർആൻ എന്നുള്ളത്. അത് അന്ധകാരത്തിൽ ഇരുട്ടിൽ നിന്ന് നമ്മുടെ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും സഹോദരന്മാരെ. ഭംഗിയായ ഒരു മതമാണ് നമ്മുടെ മതം. ഇസ്ലാം എന്ന് പറയുന്നത് ഭംഗിയായിട്ടുള്ളൊരു മതമാണ്, വളരെ ശാസ്ത്രീയമായൊരു മതമാണ്. നിങ്ങൾ നോക്കുക, അതിന്റെ ഏറ്റവും ആദ്യത്തെ കൽപ്പന അള്ളാഹു നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നൽകിയിരിക്കുന്നത് നമസ്കരിക്കൂ, നോമ്പ് നോക്കൂ, സകാത്ത് കൊടുക്കൂ, ഹജ്ജ് ചെയ്യൂ എന്നല്ല. മറിച്ച് ഏറ്റവും ആദ്യം നിരക്ഷകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കൊടുത്ത ഉപദേശം ഇഖ്റ എന്നാണ്. വായിച്ച് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഒരു നിരക്ഷകനായ പ്രവാചകന് അങ്ങനത്തെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ സാക്ഷരത 100% സാക്ഷരത കേരളത്തിലുള്ള ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകന്മാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളൊക്കെ 100% നമ്മളിത് പഠിച്ചിരിക്കണം. എന്താ സഹോദരന്മാരെ, പഠിച്ചാൽ എന്താ ഗുണം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദില പഠിപ്പിച്ചു, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ഇൽമ കരസ്ഥമാക്കുന്നവർക്ക് പല ദറജകൾ നൽകും. ഉറപ്പ് സഹോദരന്മാരെ നൽകും. ഞാൻ യഥാർത്ഥത്തില് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കയറുന്നവരെ ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നു 18 വർഷം. അവിടുന്ന് MBBS 5 കൊല്ലം, MD 3 കൊല്ലം, അതിനുശേഷം 8 കൊല്ലം PhD, 16 കൊല്ലങ്ങൾ ഒരുപാട് മനുഷ്യ ശരീരത്തിനെ പറ്റി ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. രോഗത്തെപ്പറ്റി, ആരോഗ്യത്തെപ്പറ്റി ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി നിന്നിട്ട് പറയുന്നു, എന്റെ മനുഷ്യനെ പറ്റി, മനുഷ്യന്റെ ആരോഗ്യത്തെ പറ്റി എല്ലാ അർത്ഥത്തിലും ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്നുള്ളത്. എന്നെ ഏറ്റവും ജീവിതത്തിൽ ആകർഷിച്ച, ഏറ്റവും കൂടുതൽ വായിച്ച ഗ്രന്ഥമാണ്, പഠിച്ച ഗ്രന്ഥമാണ്, ഗവേഷണം ചെയ്ത ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്നുള്ളത്. വല്ലാത്തൊരു അത്ഭുതമാണ് സഹോദരന്മാരെ. അവിടെ 18 വയസ്സിൽ നമ്മൾക്ക് മരിച്ചുപോയ KK സുല്ലമി റഹിമഹുല്ലാ, അദ്ദേഹം പഴയ MSM ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ MSM ക്ലാസ്സിന് അങ്ങ് പോകുമ്പോൾ അദ്ദേഹം പഠിപ്പിക്കുക വെറും സ്വർഗം നരകം എന്നിങ്ങനെ വിഷയത്തിലല്ല പഠിപ്പിക്കാറുള്ളത്. മറിച്ച് ഖുർആനിലെ എംബ്രിയോളജി പഠിപ്പിച്ചു തരും, ഖുർആനിലെ ശാസ്ത്രം പഠിപ്പിച്ചു തരും.
അത്ഭുതമാണ് സഹോദരന്മാരെ. ഒരു ഭാഗത്ത് ഞാൻ അവിടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഖുർആന്റെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിക്കുന്നു, മറുവശത്ത് ഇവിടെ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ എംബ്രിയോളജിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഖുർആൻ ഇത് വെറും ഒരു സ്വർഗം നരകത്തിനെ പറ്റി പറയുന്ന ഗ്രന്ഥമല്ലത്. ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. ആത്മാർത്ഥമായിട്ട് പറയാ സഹോദരന്മാരെ, ആഴത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരും ഒരു വാക്ക്. എന്താണ്? റളീതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമ ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലാഹുവേ തൃപ്തിപ്പെട്ടിട്ടുണ്ട് നിന്നെ റബ്ബേ, ഈ ദീൻ ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രവാചകനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു. ഹൃദയത്തിൽ നിന്ന് വരും സഹോദരന്മാരെ. പഠിക്കണം. നമ്മൾ എത്രത്തോളം വായിക്കുന്നു സഹോദരന്മാരെ, നമ്മുടെ ഹൃദയം വിശാലമാകും നമ്മൾ വായിക്കുന്നോറും. ആ വായന നമ്മൾ കിട്ടിയ വിവരം ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കുന്നോറും നമ്മൾ മരിച്ചാൽ പോലും വിവരം ഇവിടെ ജീവിച്ചു ജീവനോടെ ഇരിക്കും സഹോദരന്മാരെ. വായിക്കുക. ഇന്നും ശാസ്ത്രീയ ലോകം പറയുന്നത് വായനയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ മഹാഭൂരിപക്ഷം വലിയതും ചെറിയ കുട്ടികളൊക്കെ ആറാം ഇന്ദ്രിയമായ ഡിവൈസിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഡിവൈസുകളിൽ, മൊബൈലിൽ, ടാബ്ലറ്റിലൊക്കെ അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രം പറയുന്ന നിങ്ങൾക്ക് അൽസൈമസ് രോഗം, മറവി രോഗം വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വായനയിലേക്ക് മടങ്ങണം. എന്റെ പൊന്നാര കുട്ടികളെ, നിങ്ങൾ മൊബൈലിലേക്ക് നോക്കി ഗെയിംസ് കളിക്കുന്നതിന് പകരം നിങ്ങൾ വായനയിലേക്ക് വരിക. ഞാൻ എൻ്റെ മക്കൾക്ക് മൊബൈൽ കൊടുക്കാറില്ല. ഖുർആൻ ഉസ്താദ് വന്ന് എടുക്കാറുണ്ട്. അതേപോലെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കും. വായനാശീലം വളർത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വായിക്കാൻ പറ്റിയ ഏത് ഗ്രന്ഥങ്ങളും നല്ല നല്ല വിവരം നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം സഹോദരന്മാരെ, വായിച്ചുകൊണ്ടേയിരിക്കണം. യഥാർത്ഥം നിങ്ങൾ നോക്ക്, ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ഒരു ഡോക്ടറിന്റെ വീക്ഷണത്തിൽ, നിങ്ങൾ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിന്റെ വീക്ഷണത്തിൽ നിങ്ങൾ വായിച്ചു നോക്കുക, അത്ഭുതങ്ങൾ കണ്ടെത്താൻ പറ്റും, ഉറപ്പ്. ഒരു ഡോക്ടറുടെ വീക്ഷണത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ സഹോദരന്മാരെ, എനിക്കിവിടെ എത്ര പേര് ഡോക്ടർ ഉണ്ടോ അറിയില്ല, നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യം ഭംഗിയായിട്ട് ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട് സഹോദരന്മാരെ. നിങ്ങൾ നോക്കുക, സൂറത്തുൽ മുഅ്മിനൂനിലെ വചനങ്ങൾ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. നിങ്ങളുടെ കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട്. പിന്നെന്താണ്? നിങ്ങളൊരു ബീജം, അത് ഭദ്രമായ നല്ലൊരു യൂട്രസ്, അവിടെ ഭദ്രമായ ഒരു സ്ഥലത്ത് അള്ളാഹു എടുത്തു വെച്ചിരിക്കും, സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള വചനങ്ങൾ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എനിക്ക് ഇഷ്ടമാണത്. അതിനൊരു പ്രാസ്യം നോക്ക് നിങ്ങളെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അത് വായിക്കാൻ തന്നെ, അതിനെ ഓതാൻ തന്നെ വളരെ ഭംഗി. നിങ്ങളെ ആദ്യം ബീജമാക്കി, ഭ്രൂണമാക്കി, മാംസപിണ്ഡമാക്കി, അതിനുശേഷം അസ്ഥി വന്നു, അസ്ഥികൾ വന്നു, അതിനുശേഷം അതിനെ പൊതിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒരു ഡോക്ടർ, ഞാൻ പലപ്പോഴും അയച്ചു പോയിട്ട് പടച്ച തമ്പുരാനെ, ഒരു ഡോക്ടർ ഖുർആന്റെ തഫ്സീർ വായിച്ചിട്ട് പിന്നെ എങ്ങനെ ഒരു മുസ്ലിം ആകാതെ നിൽക്കും? അത്ഭുതമാണ് സഹോദരന്മാരെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അത് ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഏറ്റവും ഭംഗിയായിട്ട് എന്നെ നിങ്ങളെ സൃഷ്ടിച്ചു. അള്ളാഹു അനുഗ്രഹം പൂർണ്ണമായിരിക്കുന്നു സഹോദരന്മാരെ. തിലാവത്ത് സുജൂദിന് ശേഷം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്ക് സഹോദരന്മാരെ, ശരീരത്തിലേക്ക് നോക്ക്. അള്ളാഹു എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കുക സഹോദരന്മാരെ. സ്തുതിക്കാൻ വാക്കുകളില്ല, അള്ളാഹു പഠിപ്പിച്ച വാക്ക് മാത്രം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. പഠിക്കണം സഹോദരന്മാരെ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല അള്ളാഹുവേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ വാക്കുകൾ മാത്രം. ഈ സൃഷ്ടികളുടെ എണ്ണം എത്രയുണ്ടോ അത്രയും സ്തുതി. അള്ളാഹു നീ തൃപ്തിപ്പെട്ട എത്രയോ മനസ്സ്, അത്രയും സ്തുതി. അള്ളാഹുവിന്റെ അർശിന്റെ ഘനം, ഭാരം എത്രയാണോ അള്ളാഹു അത്രയും നിനക്ക് സ്തുതി. നിന്റെ വചനങ്ങൾ എഴുതിയാൽ തീരില്ല, അത്രയും അള്ളാഹുവെ നിനക്ക് സ്തുതിക്കുന്നു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്റെ ഖുർആൻ പറയുന്നു, ഫജഅൽനാഹു സമീഅൻ ബസീറ. നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും തന്ന്. സുബ്ഹാനല്ലാഹ്. ഇന്ന് മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിപ്പിൽ ആദ്യം വരുന്നത് കേൾവിയാണ്, കേൾവി. അതിനുശേഷമാണ് കാഴ്ച. പ്രത്യേകിച്ചും ഗർഭിണികളായ സ്ത്രീകളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിന് ഗർഭപാത്രത്താകുമ്പോൾ നിങ്ങളും ഭർത്താവും തമ്മിൽ വേണ്ടാണ്ട് കലമ്പരുത്, വാക്കു തർക്കങ്ങൾ ഉണ്ടാവരുത്, സീരിയൽ കാണരുത്, വേണ്ടാണ്ട് പാട്ടുകൾ കേൾക്കരുത്. നിങ്ങൾ ഖുർആൻ ഓതിക്കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ മുന്നേ തന്നെ ഖുർആൻ കേട്ട് വരട്ടെ. അവർ കേൾക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നു, ശാസ്ത്രം പറയുന്നു.
നിങ്ങൾ നോക്കൂ, സൂറത്ത് യാസീനിലെ ഒരു വചനം, 36-ാം അധ്യായമാണ് സൂറത്തുൽ യാസീൻ. ഈ 36-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനം നിങ്ങൾ നോക്കുക. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങളെ എല്ലാം ഇണകളാക്കി സൃഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ മഹാത്മ്യം നോക്ക് സഹോദരന്മാരെ. നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറയാൻ അള്ളാഹു എടുത്തുദ്ധരിക്കുന്ന ആയത്തും ഇണകൾ. 36-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനം. സുബ്ഹാനല്ലാഹ്. അത്ഭുതമാണ് സഹോദരന്മാരെ. ഖുർആനിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. ഇനി നോക്ക് നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. നിങ്ങളുടെ മാതാവ് വിഷമത്തിന്റെ മേൽ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായിട്ടാണ് ഗർഭം ചുമക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം, സൂറത്തുൽ മറിയമിലെ 25-ാമത്തെ വചനം. അത്ഭുതമാണ് ഖുർആൻ. അവിടെ പഠിപ്പിക്കുന്നു, വഹുസ്സി ഇലൈക ബിജിദ്ഇൻ നഖലത്തി നുസാഖിതു അലൈക റുത്അൻ ജനിയ. അവിടെ പറയാണ്, മറിയമേ നീ ഈന്തപ്പനൊന്ന് കുലുക്കിക്കോളൂ, നല്ല നല്ല ഫ്രഷ് ഡേയ്സ് ഈന്തപ്പഴം കിട്ടും. ഇന്ന് ശാസ്ത്രം പറയുന്നത്, നിങ്ങൾ അവസാനത്തെ ട്രൈമസ്റ്റർ നിങ്ങൾ അധ്വാനിക്കണം, നടക്കണം, ജോലി ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾക്ക് സുഖപ്രസവം ഉണ്ടാകും. അള്ളാഹു പറഞ്ഞു, അവസാനത്തെ മാസം എത്തി. അള്ളാഹ്ക്ക് വേണ്ടി നേരെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാമായിരുന്നു മറിയം ബിബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. അങ്ങനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, തുടക്കത്തില് പള്ളിയിലിരിക്കുമ്പോൾ ഒരു ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു. പക്ഷെ അതേ റബ്ബ് സുബ്ഹാനഹു തആല അവസാനത്തെ മാസം പ്രസവിക്കാനായി പറഞ്ഞു, കുലുക്കിക്കോളൂ, ഈത്തപ്പഴ വരും. ഈന്തപ്പഴത്തിൽ ഈത്തപ്പഴം ഒരുപാട് കിട്ടും സഹോദരന്മാരെ. ഇന്ന് ഡേറ്റ്സ്, ഈത്തപ്പഴം പറയുന്നത് നല്ലതാണ് പ്രസവത്തിന്റെ അവസാനം. ബ്ലീഡിംഗ് ഉണ്ടാക്കില്ല, വയറ്റിന് സുഖമായിട്ട് പോവും, BP കുറയ്ക്കും, സുഖപ്രസവം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ശാസ്ത്രം ഒരു ഭാഗത്ത് ഇങ്ങനെ പുരോഗമിക്കുന്ന ഒരു സഹോദരന്മാരെ, ഇസ്ലാമിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക, മുസ്ലിങ്ങൾ അന്ധകാരത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുക. ദയവ് ചെയ്ത് പഠിക്കുക സഹോദരന്മാരെ. ഇനി നിങ്ങൾ നോക്കുക, ഇന്ന് അതിനുശേഷം അള്ളാഹു പറഞ്ഞു, സുമ്മ സബീല യസ്സറഹ. ആലോചിക്കുക, അള്ളാഹു വഴികൾ എളുപ്പാക്കിയിട്ടുണ്ട്. നമ്മൾക്കറിയാം, സ്ത്രീകളുടെ ജനേന്ദ്രയിലോട്ട് ഒരു വലിയ കുഞ്ഞാണ് പുറത്തോട്ട് വരുന്നത്. അത്ഭുതമല്ലേ? അള്ളാഹു പറഞ്ഞു വഴികൾ എളുപ്പാക്കി സഹോദരന്മാരെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ ലുഖ്മാനിൽ പഠിപ്പിച്ചു, വഫിസാലുഹു ഫീ ആമീൻ. നിങ്ങൾ 2 വർഷം കൃത്യമായിട്ട് മുലപ്പാല് കൊടുക്കണം. ആലോചിക്കു സഹോദരന്മാരെ, ഇതൊക്കെ ഞാൻ MBBS കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ നെട്ടിപ്പോയിട്ടുണ്ട്. ഒരു ദൈവികമായ ഗ്രന്ഥം വെറും സ്വർഗം നരകം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ഗ്രന്ഥമല്ലത്, മറിച്ച് ദുനിയാവിൽ എല്ലാ കാര്യവും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് നടത്തുന്നുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ്ങിനോട് ഒരുപാട് ഗുണമുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന് ലുക്കീമിയ ബാധിക്കൂലെന്ന് ശാസ്ത്രം കണ്ടെത്തി. ബ്രസ്റ്റ് ഫീഡിംഗ് കൊടുക്കുന്ന മാതാക്കൾക്ക് മാറിടത്തിൽ ക്യാൻസർ വരില്ലെന്ന് ശാസ്ത്രം പറഞ്ഞെടുത്തു. അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചു, നിങ്ങൾ 2 വർഷം മുലപ്പാല് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ആലോചിക്കു സഹോദരന്മാർ, എത്ര ഭംഗിയാണ് ഖുർആൻ. ഇനി നോക്ക് സൂറത്ത്, നേരത്തെ കാരി ചെറിയ മോൻ ഓതിയ സൂറത്തുൽ ഖിയാമയിലെ വചനം, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ സംശയമാണ്, പലവർക്കും സംശയമാണ്, ഞാൻ മരിച്ചതേപോലെ മണ്ണായിക്കാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവോ? അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു, മനുഷ്യ നിന്നെ ഒരു വിരൽത്തുമ്പുകൾ പോലും കൃത്യമായിട്ട്. സുബ്ഹാനല്ലാഹ്. ആലോചിക്കു സഹോദരന്മാരെ, വിരൽത്തുമ്പുകൾ, എന്റെ ഈ വിരൽത്തുമ്പുകൾ, ദുനിയാവിലെ കോടാനുകോടികൾ മനുഷ്യരുണ്ടെങ്കിൽ പോലും എന്റെ ഈ വിരൽത്തുമ്പുകൾക്ക് വേറെ ഒരാളും ഉണ്ടാവില്ല. എനിക്കൊരു ഇരട്ട പ്രസവിച്ച ഇരട്ട സഹോദരൻ ഉണ്ടെങ്കിൽ പോലും ഈ വിരൽത്തുമ്പുകളും എന്റേതും വ്യത്യാസം ഉണ്ടാവും. ഫിംഗർ പ്രിന്റ്. ഇത്രയും തെളിവ് പതില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ആലോചിക്ക്. എന്നിട്ട് നമുക്ക് പരലോകം നിഷേധിക്കാൻ പറ്റുണ്ടോ? ആലോചിക്കു സഹോദരന്മാരെ. ഒരു സൂറത്തു നിസായിൽ ഒരു ആയത്തുണ്ട്. നിങ്ങൾ നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തൊലികൾ അള്ളാഹു മാറ്റി വേറെ പുതിയ തൊലികൾ വെക്കും. ഇത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ സഹോദരന്മാരെ, തോലിലാണ് നമ്മൾക്ക് വേദന അറിയാം. നമ്മുടെ തൊലികളുടെ മുകളിലത്തെ സർഫസ് പോയി കഴിഞ്ഞാൽ പിന്നെ വേദന അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര കൃത്യമായിട്ട് പറഞ്ഞു, നാളെ തീ കൊണ്ട് കത്തിയ തൊലികളുടെ അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു തൊലികൾ വെക്കും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ആയത്ത് സഹോദരന്മാരെ, എത്രാമത്തെ ആയത്താണ് ഞാൻ ഓർക്കുന്നില്ല, സൂറത്തുൽ നിസായിലെ ആയത്താണ്. ഈ ഒരു ആയത്ത് കേട്ടിട്ട് ഒരു അമുസ്ലിമായ ഒരു വലിയ ഡോക്ടർ തജാസൻ പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഒരു ഭൗതികമായ വേൾഡ് കോൺഫറൻസ്, ഇതേപോലത്തെ സദസ്സല്ല സഹോദരന്മാരെ, വേൾഡ് കോൺഫറൻസിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാനും നിങ്ങളും, എനിക്കും നിങ്ങൾക്കും എത്ര ആയത്ത് ജീവിതത്തിന്റെ വഴികാട്ടി ആയിട്ടുണ്ട് സഹോദരന്മാർ. ആലോചിച്ച് നോക്കുക. ഒരു അമുസ്ലിം ഒരു വ്യക്തിക്ക് ഈ ഒരു ആയത്ത് കാരണം ഷഹാദത്ത് ചൊല്ലി, ഷഹാദത്തിൽ ജീവിച്ച് വളർന്ന എനിക്കും നിങ്ങൾക്കും എത്ര ആയത്ത്
ആലോചിക്കൂ സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫിൽ ഒരു വചനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 18:18 പറഞ്ഞു, വനുകല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ഷിമാൽ. അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ ചെറുപ്പക്കാർ അവര് 350 വർഷം അവിടെ കിടന്നുറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വലത്തോട്ടും ഇടത്തോട്ടും ചെരിച്ചു കിടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സ്ട്രോക്ക്, പാരലൈസ്ഡ്, പാലിയേറ്റീവ് കെയർ ആൾക്കാർക്ക് അറിയാം. ഇന്നൊരു മനുഷ്യൻ 24 മണിക്കൂർ കിടപ്പിലായാൽ അവരുടെ ചന്തി പൊട്ടിത്തുടങ്ങും, വ്രണം വരും, ഉറുമ്പ് വരും, പുഴു വരും. അതിനെന്ത് വേണം? അതിന് ചികിത്സ നമ്മൾ ഡോക്ടർമാർ ആദ്യം പറഞ്ഞു കൊടുക്കാൻ തരോ, വലത്തോട്ടും ഇടത്തോട്ടും ഓരോ 3 മണിക്കൂർ കൂടുമ്പോൾ ചെരിച്ച് കിടത്താം. അല്ല കൃത്യമായിട്ട് പറഞ്ഞുള്ള സഹോദരന്മാരെ, ഒരു ഡോക്ടർ ആരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഖുർആൻ പഠിക്കും. ഖുർആൻ പഠിച്ചാൽ അത് നിങ്ങളെ അട്രാക്ട് ചെയ്യും, നിങ്ങളെ ആകർഷിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ ദിശ മാറ്റും, ഉറപ്പ്. അല്ല കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു. ഇനി നോക്ക് സഹോദരന്മാരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യത്തിന്റെ ഒരു അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ആയത്തിന്റെ പകുതി ആയത്തിൽ ഉൾക്കൊള്ളിപ്പിച്ചു. ഏതാണ് ആയത്ത്? വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ആലോചിക്കൂ സഹോദരന്മാരെ, നിങ്ങൾ പാനീയം കുടിച്ചോളൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, പക്ഷെ നിങ്ങൾ ധൂർത്തടിക്കരുത്. ധൂർത്തന്മാർക്ക് അല്ലാഹുവിന് ഇഷ്ടമല്ല. സൂറത്ത് ത്വാഹയിൽ 81-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു, കുലു മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. നിങ്ങൾ നാം നൽകിയ ഭക്ഷണം നിങ്ങൾ നൽകി കഴിച്ചോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, വലാ തത്ഗാഫി, നിങ്ങൾ അതിര് ലംഘിക്കരുത്. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതിര് ലംഘിക്കരുത് സഹോദരന്മാരെ. ഇന്ന് മോഡേൺ മെഡിസിൻ ശാസ്ത്രം അതാണ് പറഞ്ഞത്. ഇന്ന് ഏറ്റവും വലിയ രോഗം ഉണ്ടാവുന്നത്, തടി ഉണ്ടാവുന്നത്, ഫാറ്റി ലിവർ ഉണ്ടാവുന്നത്, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, എല്ലാവിധ രോഗം ഉണ്ടാവുന്നത് ഒരൊറ്റ കാരണമാണ്, നമ്മളെ ഭക്ഷണത്തിന്റെ ആധിക്യമാണ്. അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചു സഹോദരന്മാരെ. ഇനി എന്താണ് നമ്മൾക്ക് വേണ്ടേ? ഇന്ന് എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാൻ രോഗികൾക്ക് കൊടുക്കുന്ന ഉപദേശം മൊത്തം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുള്ള ഉപദേശങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളെ വയറിന്റെ 1/3 ഭാഗം ഭക്ഷണം, 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം അങ്ങ് വെറുതെ വിടുക. എന്തൊക്കെ ഭക്ഷണം കഴിക്കണം അതും അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു. ഹറാമുകൾ കുറച്ചേ ഉള്ളൂ സഹോദരന്മാരെ. ഹുർരിമത് അലൈക്കുമുൽ മൈതത്തു വദമു ലഹമുൽ ഖിൻസീർ, പന്നിമാംസം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, ശവം നമ്മൾ ആരും തിന്നാറില്ല. മദ്യം നമ്മൾ മദ്യപിക്കാറില്ല. സിഗരറ്റ് വലി, കഞ്ചാവ്, മയക്കുമരുന്നുകൾ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ബാക്കിയെല്ലാം നമുക്ക് ഹലാലായിട്ട് മുന്നിലുണ്ട്. നല്ല നല്ല ഭക്ഷണം കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു. ഉറുമാമ്പഴത്തെ പറ്റി പറഞ്ഞു, ഈത്തപ്പഴത്തെ പറ്റി പറഞ്ഞു, പാലിനെ പറ്റി പറഞ്ഞു, തേൻ ഷിഫ എന്ന് പറഞ്ഞു. നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുന്നില്ല? കടലിലെ പുതുമാംസത്തിനെ പറ്റി സൂറത്തുൻ നഹ്ൽ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പ്രസംഗം കേൾക്കാൻ ആവരുത് സഹോദരി സഹോദരന്മാരെ, ആവരുത്. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്ന് പകർത്തി നോക്കൂ. രോഗങ്ങൾ വരില്ല, നമ്മൾക്ക് ഡോക്ടർമാരെ കാണേണ്ട ഗതികേട് വരില്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വലിയ രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് 5 സ്റ്റാർ ഹോസ്പിറ്റലും ഇന്റർനെറ്റും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവര് ഭക്ഷണം കുറച്ചേ കഴിക്കണ്ടായിരുന്നുള്ളൂ. അവർക്ക് സ്ട്രെസ് ഇല്ല, സമാധാനമുണ്ട്. ഇന്ന് മുസ്ലിം സമുദായമാണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ രോഗികളായി തീരുന്നത്. പ്രൈവറ്റ് ആവട്ടെ, എവിടെ ആവട്ടെ, നമ്മളെ സമുദായമാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. എന്തുകൊണ്ടെന്ന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ സഹോദരന്മാരെ. അള്ളാഹു ഇറക്കി തന്ന കയറുണ്ടല്ലോ, അത് വെറും നമ്മൾ കിടന്നുറങ്ങുകയാണ്. അത് നമ്മുടെ ഷെൽഫുകളിൽ കിടന്നുറങ്ങാണ്. അതിന് ജീവൻ കൊടുക്കേണ്ട ആൾക്കാരാണ് ഞാനും നിങ്ങളും. നമ്മളോ കിടന്നുറങ്ങുന്നു സഹോദരിമാരെ. ഒന്ന് ശ്രദ്ധിക്കുക സഹോദരന്മാരെ. യഥാർത്ഥത്തില് ഖുർആൻ എന്താണ്? ഖുർആൻ നമ്മള് ഒരു മാജിക് ഒക്കെ കണ്ടാൽ പലപ്പോഴും നമ്മുടെ വായ തുറന്നു വെക്കാറുണ്ട്. ഒരു വടി ഇട്ട് ഇപ്പൊ പാമ്പായി, നമ്മളൊക്കെ വല്ല അത്ഭുതത്തോട് നോക്കും. ഒരു വടിയിട്ട് കടലങ്ങ് പിളരാ, ആലോചിച്ചോക്ക്, നമ്മളൊക്കെ അത്ഭുതത്തിൽ നോക്കും സഹോദരന്മാരെ. ഒരു പ്രവാചകൻ തീ കുണ്ടാരത്തിലേക്ക് പോയി സുഖമായിട്ട് മടങ്ങി വരാ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് സഹോദരന്മാരെ. എന്നാൽ ലോകത്തിൽ നിന്ന് എവിടെയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി കാണുകയില്ല. ലോകത്ത് എവിടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരം കാണുകയില്ല. എന്നാൽ ലോകത്തിൽ ഇന്നേക്ക് മാത്രം നിൽക്കുന്ന വലിയൊരു മുഅ്ജിസത്താണിത് ഖുർആൻ എന്നുള്ളത്. അത് ഖിയാമത്ത് നാൾ വരെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റെടുത്ത് സംരക്ഷിച്ചു വെച്ച് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. മുഅ്ജിസത്താണിത്. ഇത് മനസ്സിലാക്കണം സഹോദരന്മാർ, ഇത് മുഅ്ജിസത്താണ്. എങ്ങനെയാണോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി പാമ്പായത്, അതിനെക്കാട്ടി ലോകത്തിലെ ഖിയാമത്ത് നാൾ വരെ എല്ലാ മനുഷ്യന്മാർക്കും ഒരു മുഅ്ജിസത്തായുള്ള ഗ്രന്ഥം. ഇതിന് വളരെ ബഹുമാനിക്കണം. എന്നാൽ നമ്മുടെ സമുദായം ചിലപ്പം ഇതിന് ബഹുമാനം ചിലപ്പം കൂട്ടിപ്പോയുള്ള സംശയം. എന്തുകൊണ്ടാ? ഇത് ഒരുപാട് ഷെൽഫിൽ ഭംഗിയായിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനർത്ഥം ഖുർആൻ എവിടെയെങ്കിലും അവിടെയും ഇവിടെയും എടുത്തിടാന്നല്ല. ഖുർആന്റെ മുകളിൽ ഒരു വേറെ ബുക്കും വെക്കരുത്. ഇതിനെ സംരക്ഷിച്ച് സൂക്ഷിച്ചു വെക്കണം, അത് പൊതിഞ്ഞു വെച്ചോളൂ, എല്ലാം ശരി. പക്ഷെ ഇത് പൊതിഞ്ഞു വെക്കാനുള്ളതാണോ? എനിക്കറിയാം സഹോദരന്മാർ, ഒരു സുന്നി കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ്.
ഖുർആൻ എങ്ങനെയാ വെച്ചാൽ ഓരോ വീട് കൂടുമ്പോൾ ഖുർആൻ കൊണ്ടുപോകണം പോലും. അതാണ് വീട് കൂടുമ്പോൾ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീട്ടിൽ കയറേണ്ടത്. എന്നിട്ട് വീട് കാലിയാണ്, വീട് പൂട്ടിയിട്ട് ഗൾഫിലേക്ക് പോകും. ആകെ വീട്ടിലുള്ള എന്താ, ഖുർആൻ അവിടെ വെച്ചിട്ടുണ്ട്. ഖുർആൻ അവിടെ വെച്ചിട്ടുണ്ട് പുതിയ വീട്ടിൽ. ചിലവർ ഡോക്യുമെന്റ് ഒക്കെ ഖുർആന്റെ ഉള്ളിലാണ് വെക്കുക. നമ്മുടെ ലോക്കറിന്റെ കീ ഖുർആനിലെ വെക്കുക. മുപ്പർക്ക് അറിയാം ആരും ഖുർആൻ തുറക്കാൻ പോകുന്നില്ല, മുപ്പറോ തുറക്കുന്നില്ല, കള്ളന്മാരും തുറക്കൂല. ആലോചിച്ചൊക്കെ സഹോദരൻ, ഇതിനാണോ ഖുർആൻ ഉള്ളത്? എന്നാൽ ചില മനുഷ്യന്മാർ ഇന്ന് എനിക്ക് ക്ഷമിക്കണം പറയാനുള്ളത്, ഈ ഖുർആൻ എന്നുള്ള ദൈവിക ഗ്രന്ഥത്തിന്റെ തുല്യമായിട്ട് വേറെ ഗ്രന്ഥം കൊണ്ടുവരുന്നു. അതും വലിയ അപകടമാണ് സഹോദരന്മാരെ. ഏതൊരു മനുഷ്യൻ ഏത് ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ എന്തു പുസ്തകമാവട്ടെ, അത് ഖുർആന്റെ മുന്നിലാവരുത്, അത് ഖുർആന് തുല്യമാവരുത്. ഖുർആനാണ്. അതിന് മുകളിലും താഴെയും സൈഡിലും ഒരൊറ്റ ഗ്രന്ഥവും ഇല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയാറുണ്ട്, അതായത് ഖുർആന് തുല്യമായിട്ട് വേറൊരു ഗ്രന്ഥം വരികയാണെങ്കിൽ ആ മനുഷ്യന്റെ സാക്ഷി ഞാൻ എടുക്കില്ല. ദയവ് ചെയ്ത് ഖുർആനാണ് സഹോദരന്മാരെ. ബാക്കിയുള്ള എന്ത് പ്രമാണമാവട്ടെ അത് രണ്ടാമത്തെ പ്രമാണമേ ആവുള്ളൂ. ഖുർആൻ യഥാർത്ഥത്തിൽ ആർക്കാണ് ഉപകാരപ്പെടുക? നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഖുർആൻ ഒരുപാട് ഓതി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് ഉപകാരപ്പെടും. ഇല്ല സഹോദരന്മാരെ, ഒരിക്കലുമില്ല. അങ്ങനെയാണ് നമ്മളെക്കാട്ടി കൂടുതൽ ഖുർആൻ ഉപകാരപ്പെടുന്നത് ഓറിയന്റൽസിനോ ക്രിസ്ത്യാനികൾ ചിലർ ഗവേഷണം ചെയ്യേണ്ടത് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ. എന്നാൽ ഖുർആൻ ആർക്കാണ് ഉപകാരം ചെയ്യപ്പെടാന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചു. മുത്തഖീങ്ങൾക്ക് മാത്രമാണ് ഖുർആൻ ഉപകാരപ്പെടുള്ളൂ, മുസ്ലിങ്ങൾക്കല്ല. കൃത്യമായിട്ടുള്ള വാക്ക് ഖുർആൻ ഉദ്ധരിക്കുന്ന മുത്തഖീങ്ങൾക്ക് മാത്രമേ ഖുർആൻ ഉപകാരപ്പെടുകയുള്ളൂ സഹോദരന്മാരെ. ആരാണ് മുത്തഖീൻ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യനായ എന്റെ സൃഷ്ടാവിനെ ഭയപ്പെടണം നമ്മള്. നമുക്കിന്ന് അള്ളാഹിനെ ഭയപ്പാടുണ്ടോ സഹോദരന്മാരെ? ഭയപ്പാടുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങ് തോന്നുന്നുണ്ടോ നിങ്ങൾക്കും എനിക്കും? നമ്മുടെ ധൂർത്തൻ കല്യാണം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹിനെ ഭയപ്പാടുണ്ടെന്ന്? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അമുസ്ലിങ്ങളാ. അവർക്ക് അവരെ വിവരമില്ലായ്മയുണ്ട്. അവരും ദൈവത്തിനിടയിൽ ഒരുപാട് ശിർക്കും വിഗ്രഹം ചിത്രങ്ങളൊക്കെ ഉണ്ട്, വിവരമില്ലായ്മ ഉണ്ട്. പക്ഷേ